പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ പരിശുദ്ധനായ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. ആയിരങ്ങൾ പ്രാർത്ഥനയോടുകൂടി വടക്കൻ പറവൂരിന്റെ മണ്ണിൽ തോമസ് ലിഹായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ സഭയുടെ നമസ്കാരക്രമങ്ങളിൽ പാതിരാത്രി നമസ്കാരം അതിന്റെ രണ്ടാം കൗമ പരിശുദ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: അല്ലയോ പരിശുദ്ധരായ സഹോദരരെ, നിങ്ങളുടെ അസ്ഥികളിൽ നാഥൻ തന്റെ ശക്തി നിക്ഷേപിച്ചിരിക്കുന്നു. ഉറവുകൾക്ക് തുല്യമായി നിങ്ങളുടെ അസ്ഥികളിൽ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നവർക്ക് സങ്കേതമായി, ആശ്രയമായി ആ പ്രാർത്ഥനകൾ നിലകൊള്ളുന്നു. അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ആ ജനത്തിന്റെ മേൽ പ്രാർത്ഥനകൾക്കായി അനുഗ്രഹങ്ങൾ ഒഴുകുന്നു എന്നൊരു വിശ്വാസം നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴുമുണ്ട്. പരിശുദ്ധ സത്യസുറിയാനി സഭ ചില ശക്തികളുടെ ഇടയിൽ നിന്നും വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട്, സഭയുടെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട്, സഭയുടെ ആരാധന നഷ്ടപ്പെട്ടുകൊണ്ട്, സഭയുടേതായിരിക്കുന്ന എല്ലാ ലെഗസിയും നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു കാലത്താണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും യെരുശലേമിന്റെ പാത്രിയർക്കീസായിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവ തിരുമനസ്സുകൊണ്ട് മലങ്കരയുടെ മണ്ണിലേക്ക് കൽപ്പിച്ച് എഴുന്നള്ളി വരുന്നു. ഒരുപക്ഷെ തന്റെ ശുശ്രൂഷയിൽ തനിക്ക് ലഭിച്ചിരുന്ന എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ അധികാരങ്ങളും എല്ലാം ഒരു പക്ഷത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ ജനത്തിന്റെ ശുശ്രൂഷയ്ക്കായി തന്റെ സിംഹാസനവും തന്റെ അരമനയും തന്റെ ദൈവാലയങ്ങളെയും വിട്ടുകൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്തനായ ബാവ മലങ്കരയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ കടന്നു വന്നു കഴിയുമ്പോൾ ബാവായ്ക്ക് സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. കാരണം എവിടെയാണ് സുറിയാനി ക്രിസ്ത്യാനികൾ ഉള്ളത്, എവിടെ നിന്നാണ് ആക്രമണങ്ങൾ എതിരെ വരാൻ സാധ്യതയുള്ളത് എന്നതെല്ലാം ഒരുപക്ഷെ ബാവ അന്വേഷിച്ചിട്ടുണ്ടാകും. ഒരു ദയറാക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദയറോയൂസോയുടെ വസ്ത്രം അത് നീക്കിവെക്കുന്നത് സഹിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ബാവ അവിടെയും ഒരു അറബി അധ്യാപകനായി വേഷം മാറി ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സത്യവിശ്വാസമുള്ള ഇടം കണ്ടെത്തുവാൻ, സത്യവിശ്വാസമുള്ള ജനത്തെ തിരിച്ചറിയുവാൻ ബാവ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സത്യവിശ്വാസമുള്ള ജനത്തെ കണ്ടെത്തുന്ന നിമിഷം മുതൽ ദൈവ ആരാധന ഈ മണ്ണിൽ നിറഞ്ഞൊഴുകുകയാണ്. ആദ്യത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഒരു ദൃഷ്ടാന്തം, വിശുദ്ധന്മാർക്ക് ഉറവ എന്നൊരു ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലേക്ക് ബാവ കടന്നു വന്ന ആ സമയം മുതൽ അദ്ദേഹത്തിൽ നിന്ന് ഉറവയായി ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുകയാണ്. ഈ സഭയുടെ വിശ്വാസം കാക്കുവാൻ, ഈ സഭയുടെ പാരമ്പര്യം കാക്കുവാൻ, ഈ സഭയുടെ ആരാധനയെ കാത്തുകൊള്ളുവാൻ, ഈ സഭയുടെ ദൈവാലയങ്ങളെ സംരക്ഷിക്കുവാൻ, എല്ലാം ഏതെല്ലാം മേഖലകളിലും പരിശുദ്ധനായ ബാവായുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വിലപ്പെട്ടതാണ്. ഇന്നും ഒരു ഉറവയായി ഈ ഖബറിടം ഇവിടെ സ്ഥിതി ചെയ്യുമ്പോൾ തന്റെ അസ്ഥികളിൽ നിന്ന് ഉലകിന് തുണയൊഴുകുന്ന ഉറവയായി ദൈവത്തിന്റെ സാന്നിധ്യം ഈ അസ്ഥികളിൽ, പരിശുദ്ധന്റെ ഓർമ്മകളിൽ, പരിശുദ്ധനോടുള്ള മധ്യസ്ഥതകളിൽ നിറയുന്ന സമയം നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കണമേ. അവിടുത്തെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ചേർത്ത് വെക്കണമേ. തന്റെ ജീവകാലം മുഴുവൻ ഈ സഭയെ ചേർത്ത് വെച്ചതുപോലെ സ്വർഗസന്നിധിയിൽ ഇപ്പോഴും ഞങ്ങളുടെ സഭയെയും അതിന്റെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങളുടെ ജനത്തെയും പരിപൂർണമായും ബാവ ചേർത്ത് വെക്കണമേ എന്ന് മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷകളിൽ കടന്നുവരുന്ന എല്ലാവരും ബാവായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് അനുഗ്രഹീതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.